ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അങ്ങനെ ഞാൻ വീട്ടിൽ വന്നപ്പോൾ പ്ലാവിൽ ചക്ക കണ്ടപ്പോൾ മമ്മിയോട് ചോദിച്ചു, മമ്മി ചക്കപ്പഴമുണ്ടോ? മമ്മി പറഞ്ഞു കുറേ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഫ്രിഡ്ജിലിരുന്ന് ചക്കപ്പഴം എല്ലാം എടുത്ത് ഞാൻ മിക്സർ ഗ്രൈൻഡറിൻ്റെ അകത്തിട്ട് പേസ്റ്റ് ആക്കിയിട്ട് ഒരു ഉരുളി അങ്ങോട്ട് ഗ്യാസിൽ വെച്ച് കുറച്ച് നെയ്യും ഇട്ട് ഈ പേസ്റ്റും ഇട്ട് ഇളക്കാൻ തുടങ്ങി. എന്നാത്തിനെന്നറിയാമോ? ചക്ക ഹൽവ ഉണ്ടാക്കാൻ. ഹോം മെയ്ഡ് ചക്ക ഹൽവ ആർക്കാ ഇഷ്ടമല്ലാതെ? എനിക്കിഷ്ടമാ, നിങ്ങൾക്കും ഇഷ്ടമായിരിക്കും അല്ലേ? ഹോം മെയ്ഡ് ചക്ക ഹൽവ ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ്: ചക്ക പേസ്റ്റ് ആക്കിയത്, നെയ്യ്, ശർക്കര, ഏലക്ക പൊടിച്ചത്, പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് നമുക്ക് ഇഷ്ടമുള്ളത് ആഡ് ചെയ്യാൻ പറ്റും. ഞാൻ ഇതിൻ്റെ അകത്ത് കുറച്ച് മൈദയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്, ഒന്ന് കട്ടിയാകാൻ. ചിലർ ഇതിൻ്റെ അകത്ത് അരിപ്പൊടിയും ആഡ് ചെയ്യാറുണ്ട്. അങ്ങനെ ഞാൻ ചക്ക വഴറ്റിക്കൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഇത് പൊട്ടിത്തെറിക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കണേ, കൈ പൊള്ളാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഞാൻ ഇത് ഇളക്കിക്കൊണ്ടേയിരുന്നു. കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഇതിൻ്റെ അകത്ത് നെയ്യും ശർക്കരയും കൂടെ ആഡ് ചെയ്തു. ശർക്കര ആഡ് ചെയ്തപ്പോഴത്തേക്ക് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറ്റിക്കിട്ടി. അങ്ങനെ ഞാൻ ഇളക്കിക്കൊണ്ടേയിരുന്നു. കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഇതിൻ്റെ അകത്ത് ഏലക്കപ്പൊടിയും കൂടെ ആഡ് ചെയ്തു. ഏലക്കപ്പൊടി ഇട്ടുമ്പോഴത്തേക്ക് ഏലക്കയുടെയും നെയ്യുടെയും എന്തോ ഒരു മണമാ, ഒരു രക്ഷയുമില്ല എൻ്റെ അമ്മോ. അങ്ങനെ ഞാൻ പിന്നെയും ഇത് ഇളക്കിക്കൊണ്ടേയിരുന്നു. കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഇതിൻ്റെ അകത്ത് ഡ്രൈ ഫ്രൂട്ട്സും കൂടെ ആഡ് ചെയ്തു. ഞാൻ യൂസ് ചെയ്യുന്ന ഡ്രൈ ഫ്രൂട്ട്സ് കാഷ്യൂസ്, ആൽമണ്ട് ആൻഡ് റൈസിൻസ് ആണ്. ഇത് ഞാൻ നെയ്ക്കകത്ത് നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ടാണ് ആഡ് ചെയ്തേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് കുറേ കഴിഞ്ഞിട്ട് ഞാൻ ഇതിൻ്റെ അകത്ത് 1/2 കപ്പ് മൈദയും കൂടെ ആഡ് ചെയ്തു. മൈദ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ഇത് നന്നായിട്ട് കട്ടിയായിട്ട് വരും. അങ്ങനെ ഞാനിത് ഇളക്കിക്കൊണ്ടേയിരുന്നു. ഫ്രണ്ട്സ്, നിങ്ങൾക്കറിയാമോ ചക്ക ഒരു ഹെൽത്തി ഫ്രൂട്ടാണ്. ഇതിൻ്റെ അകത്ത് ധാരാളം ഫൈബറും അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻറ്റും ഉണ്ട്. അതുമല്ല, ഇത് വൈറ്റമിൻ റിച്ചും മിനറൽ റിച്ചും ആണ്. അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ പറയുന്നത് ചക്കയ്ക്കകത്ത് പൊട്ടാഷ്യത്തിൻ്റെ അളവ് കൂടുതലുള്ളതുകൊണ്ട് ഇത് ബ്ലഡ് പ്രഷർ കുറയ്ക്കാൻ സഹായിക്കുന്നു. പിന്നെ ബ്ലഡ് ഷുഗർ ഉള്ളവർക്കും ചക്ക നല്ലതാണ്. പക്ഷേ അവർക്ക് പഴുത്ത ചക്കയെക്കാട്ടിൽ നിന്ന് നല്ലത് പച്ച ചക്കയാണ്. ഇതായിരുന്നു ഇന്നത്തെ നിങ്ങൾക്കുള്ള സ്മോൾ ഇൻഫർമേഷൻ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അങ്ങനെ എൻ്റെ ചക്ക ഹൽവ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഉണ്ടാക്കിയ ചക്ക ഹൽവ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റാൻ പോവാണ്. അങ്ങനെ ഞാൻ ഉണ്ടാക്കിയ ചക്ക ഹൽവ റെഡി ആയിട്ടുണ്ട്. ഞാനിത് നട്ട്സ് വെച്ച് ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഫ്രണ്ട്സ്? ഇഷ്ടമായോ? വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ. ബൈ.